പ്രിയവയസ്കൻ കുടുംബാംഗങ്ങളിൽ ഏകദേശം 40 വർഷത്തോളമായി ഞങ്ങളുടെ മുട്ടത്ത് ക്ലബ്ബ് തുടങ്ങിയിട്ട്. അന്ന് മുണ്ടെന്ന് പറയുന്ന ഇതുപോലൊരു വലിയ ടൗണൊന്നുമല്ല, ചെറിയ പട്ടണമാണ്. അന്ന് ഞങ്ങളെല്ലാവരും കൃഷിക്കാരെല്ലാവരും അവിടെ എല്ലാവരും കൃഷിക്കാരും അങ്ങനെ സാധാരണ ജീവിതം നയിക്കുന്നവർ. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഒരു ക്ലബ്ബ് തുടങ്ങണമെന്ന് കേട്ടു. അപ്പൊ എനിക്ക് ആനിമനെ അറിയത്തില്ല, മേൽക്കുട്ടി അറിയത്തില്ല, മണിയെ അറിയത്തില്ല, കേട്ടിട്ടുണ്ടെങ്കിൽ അറിയത്തില്ല. ഞങ്ങൾ വീടുകളിൽ ഇങ്ങനെ വീട്ടമ്മമാരായിട്ട് കഴിയുക. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ക്ലബ്ബിൽ ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് മേൽക്കുട്ടി ആനിമയൊക്കെ മണിയൊക്കെ പരിചയപ്പെട്ടു. ആ സ്നേഹം പരിചയപ്പെടുത്തി ഇന്നും ഞങ്ങൾ അതുപോലെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ക്ലബിന്റെ പ്രത്യേകത സാധാരണ ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് വലിപ്പച്ചെറുപ്പോ ഈഗോയോ ഒന്നുമില്ല. ഞങ്ങളുടെ നാടൻ രീതി ഞങ്ങൾ സംസാരിക്കുന്നു, ഞങ്ങൾ പോകുന്നു വരുന്നു, ഭയങ്കര കൂട്ടാണ്. അന്നത്തെ കാലത്ത് ക്ലബ് മീറ്റിംഗ് എന്ന് പറയുന്നത് വീടുകളിലാണ്. അത് ഞായറാഴ്ച പള്ളിയിൽ കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും വീട്ടിലോട്ട് പോകുന്നു. അന്നത്തെ നമ്മുടെ ഡെന്റിസ്റ്റ് ജോണിയാണ് ഹെഡ് കുക്ക്. ഞങ്ങളൊക്കെ സഹായിക്കും. ഉച്ചയോടുകൂടി ഞങ്ങൾ പരിപാടി തീരും. ജോലി എല്ലാം തീർത്ത് ഞങ്ങൾ വീട്ടിൽ പോകും. വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ റെഡിയായിട്ട് വീട്ടിൽ വന്ന് ഞങ്ങൾ വിദ്യാർത്ഥി നടക്കും. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കലാകായിക മത്സരങ്ങൾ നടക്കുന്നത്. ഇപ്പം ഞങ്ങൾക്കറിയാമോ, ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ പോയി. ആനിമാമി ചാരമണി ഞങ്ങളാണ് സ്പോർട്സിന്റെ താരങ്ങൾ. ബിനോയും ബിബി പിള്ളേരും പിന്നെ അഡ്വക്കേറ്റ് കറിയാച്ചനും പിള്ളേരും അവരെല്ലാവരും കലയുടെ ആൾക്കാരാണ്. അപ്പം ഞങ്ങള് എറണാകുളത്തിൽ പോകും, തൃപ്പൂണിത്തറ, കോലഞ്ചേരി, മൂവാറ്റുപുഴ എല്ലായിടത്തും പോകും. അന്ന് വരെ ഈ ഫോർട്ട് കൊച്ചിക്കാർക്കായിരുന്നു എല്ലാത്തിനും ഫസ്റ്റ്. നമ്മുടെ ജോഷിയെ പോലുള്ളവരില്ലായിരുന്നു. ജോഷിയൊക്കെ കൂടി ഞങ്ങളെ വളർമ്പിലെയൊക്കെ പഠിപ്പിച്ചു. എല്ലാത്തിനും ഞങ്ങൾ തൂത്തുപറയും. അവർക്ക് ഭയങ്കര നാണക്കേടും വിഷമമായി. അത് പിന്നെ മുട്ടത്തിന്റെ പേരങ്ങ് പ്രശസ്തിയായി. ഈ സ്പോർട്സും ആർട്സും എല്ലാം ഞങ്ങൾ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് സന്തോഷമായിട്ട് ഇങ്ങനെ അതുപോലെ തന്നെ പിള്ളേരെ ഇവിടെ ഞങ്ങൾക്ക് ഈ മത്സരങ്ങളോ തമ്മിൽ ഒരു സ്പർദ്ധയോ ഒന്നുമില്ല. സ്നേഹവും എല്ലാവരും വിശ്വാസവും അങ്ങനെയായിരുന്നു. അങ്ങനെ കുറച്ചാളായിരുന്നു എന്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. അപ്പൊ അന്നത്തെ രീതിക്ക് ഒരു ഭർത്താവ് മരിച്ചാൽ പിന്നെ പെണ്ണുങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു രീതിയല്ല. പക്ഷെ എന്റെ ചങ്കുകൾ ആരെയും മേലുകൂടി മണി വന്ന് പറ്റത്തില്ല. അതുപോലെ മെമ്പേഴ്സ് എല്ലാവരും പറഞ്ഞു വരണം, കൂടെ വരണം, നല്ല പറ്റിയല്ല നമുക്ക്. അങ്ങനെ ഞാൻ ക്ലബിൽ അംഗമായി. ഞങ്ങൾ ഭയങ്കര സ്നേഹത്തോടു കൂടി തോന്നുന്നു. അപ്പം ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സാണ് ഞാൻ കൂട്ടിച്ചേർന്നാണ്. അവരുടെ മക്കളായാലും എന്റെ മക്കളുടെ കൂട്ടുകാരാണ്. അപ്പം നമ്മൾ വളരെ ഇതിൽ ഞങ്ങൾ പോയി. അത് കഴിഞ്ഞ് അന്നത്തെ കാലത്ത് ഞങ്ങളുടെ രക്ഷാധികാരി ആദ്യകാലത്ത് ബൂത്ത് അച്ഛനായിരുന്നു. ശിവജി അന്നും ഇന്നും വരെ പ്രശ്നമാണ്, ഒരു കുഴപ്പം വരില്ല. ശിവജിയുടെ കയ്യിൽ ഇത് ഭദ്രമാണ്. ഞങ്ങളുടെ ഫിനാൻസ് എപ്പോഴും ഭദ്രം. പിന്നെ ഞങ്ങളുടെ സീനിയർ മെമ്പർ സ്റ്റാഫാണ്. പിന്നെ കുഞ്ഞാസ്തി ഉണ്ടായിരുന്നു. ബാച്ചിലറായിട്ട് ബിനോയായിരുന്നു. ഞങ്ങളുടെ ആദ്യകാലത്ത് ബാച്ചിലറായിട്ടുണ്ടായിരുന്നു ബിനോയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെയെല്ലാം നന്നായിട്ട് പോയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ടൂർ പോകുമ്പോൾ എനിക്ക് മടിയായിരുന്നു. പക്ഷെ ഇവരോട് പല ഇന്റർനാഷണൽ ടൂറിന് പോയിട്ടുണ്ട്. അങ്ങനെയെല്ലാം വളരെ സ്നേഹമായിട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ പിള്ളേരുടെ കല്യാണമൊക്കെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ 4 പേരും കൂടെ പെണ്ണിന്റെ അടുത്തോട്ട് ചെല്ലിട്ട് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ കയറി വരുമ്പോൾ അപ്പൊ ഞാൻ അവളോട് പറയും, ഇങ്ങനെ അമ്മായിമ്മ പാവമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ഭയങ്കരമാണ്. എന്തെങ്കിലും കുസൃതിയോ കൊപ്പരോ ഒപ്പിച്ചാൽ ഞങ്ങൾ ചോദിക്കും, നിങ്ങൾ ഈ 4 അജാഗ്രതാന്റെ കടപ്പാപ്പടി പേടിച്ചു പോകും. അതുപോലെ തന്നെ പിന്നെ കുട്ടിച്ചനെ പിന്നെ നമ്മുടെ തോമാറ്റേട്ടന് പിന്നെ ഹരിയരമ്പിളന്റെ പറഞ്ഞത് ഗവർണറായി കിട്ടിയ പിന്നെ അതിനു മുമ്പ് തന്നെ ഞങ്ങൾ അങ്ങനെ പിന്നെ ചേട്ടന് അങ്ങനെ എല്ലാവരും ഭയങ്കര ഇതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ എന്റെ മേരിക്കുട്ടിക്ക് പിന്നെ സ്ട്രോക്ക് വന്നു. അതുവരെ എനിക്ക് മേരിക്കുട്ടിയുടെ സ്നേഹമൊക്കെ
പക്ഷെ മേൽക്കുട്ടിക്ക് അസുഖം വന്നുപോയപ്പോഴത്തേക്കും സഹിക്കാനും പുറത്താനും വരെ ഞാൻ എനിക്ക് കച്ചോട് കരുത് അത് അന്നേരം ഞാൻ എത്രയോ മേൽക്കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് നന്നായി പക്ഷെ മേൽക്കുട്ടി ഇങ്ങനെ വന്നപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അന്നേരം ഞാൻ മേൽക്കുട്ടി ഇത്രയോ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര കച്ചവടമില്ല. മേൽക്കുട്ടി ഞങ്ങൾക്ക് ഓരോ ടിപ്പ് പറഞ്ഞ ഒരു ചേച്ചിയുടെ സ്ഥാനമായിരുന്നു ഞങ്ങൾക്ക് എല്ലാ കാലം. അതുപോലെ എനിക്ക് എന്തെങ്കിലും വിഷമോ പ്രയാസം എന്റെ ഫ്രണ്ട്സിനോട് പറയായിരുന്നു. ഏത് രഹസ്യം അവർ പുറത്തു വിടത്തില്ല. എനിക്ക് എപ്പോഴും ആശ്വാസവും സ്നേഹവും കരുണയെല്ലാം ഈ ക്ലബിൽ നിന്ന് എനിക്ക് ഒത്തിരി ഗുണം കിട്ടി. അതാ അവർ ആ വിഷയത്തിനൊക്കെ വിളി കേട്ടാൽ മതി. അത് റോണി, ജോസി, പിന്നെ അനൂപ്, സന്തോഷ്, പിന്നെ നമ്മുടെ അവരൊക്കെ ക്രിസ്ത്യാനിന്ന് വിളിക്കുമ്പോൾ നമുക്ക് എന്തൊരു സദാസാക്ഷി, പിന്നെ ബിനു, എല്ലാവരും എന്തൊരു സ്നേഹമാണ്. ഐ ലവ് യു. താങ്ക് യു.